അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ ആ വീട് പട്ടിണിയാവും. മിക്കവാറും ഞാൻ പിന്നെ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് റഫീഖിൻ്റെ ഓട്ടോറിക്ഷൻ്റെ അടവടക്കാൻ പറ്റാതെ മിക്കവാറും ഈ ഫൈനാൻസുകാർ വന്നിട്ട് വണ്ടി പിടിച്ചുകൊണ്ട് പോകുന്ന സീനാണ് കാണുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഒരു 4 ദിവസമോ കല്ലടിക്കോട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ അടയ്ക്കാൻ പറ്റാതെ അവന് അതിൻ്റെ ജപ്തിയും പ്രയാസങ്ങളും നേരിടുന്നത്. അതായത് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് റഫീഖിന്. ഈ ഒരു ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത്. ആ ഒരു ഓട്ടോ ഓടിച്ചിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം കുട്ടികളുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ നടത്താൻ. അതുപോലെ റഫീഖ് ഹാർട്ട് പേഷ്യൻ്റാണ്. പാൻറ്റിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് ഈ വണ്ടി ഓട്ടോറിക്ഷ ഓടിക്കാൻ പറ്റിയ ആരോഗ്യസ്ഥിതിയല്ല. പക്ഷേ ഓട്ടോറിക്ഷ ഓടിക്കുന്ന കുട്ടികൾ പട്ടിണിയാവും. കാരണം ഈ ഋത വളരെ മിടുക്കിയാണ്. കാരണം ശാന്ത സ്വഭാവമാണ്. പ്രതീക്ഷയായിരുന്നു കുടുംബത്തിൻ്റെ എന്നുള്ളതല്ലേ? പറയാൻ പറ്റില്ല, പ്രയാസമാണ്. ഡെയിലി ഒരു 10 തവണയും കാണുന്ന കുട്ടികളല്ല. അവളൊരു പഠിച്ച് നന്നായിട്ടൊക്കെ വേണം ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു രോഗിയായിരുന്നു. ഭയങ്കര പറയാൻ വാക്കുകളില്ല. അത്രയും ഇരിക്കാൻ വീടില്ല, കുടിക്കാൻ കഞ്ഞിയില്ല, അതുപോലെ തന്നെ ഒന്നിനും ഇതില്ലാത്തൊരു ഭയങ്കരമായ ഒരവസ്ഥയാണ്. ഒന്നിച്ചു പോകുന്ന കുട്ടികളാണ്. അതെ, അവർ ജനിച്ച് ഓർമ്മ വെച്ച നാൾ മുതൽ ഒന്നിച്ചു പോകുന്ന കുട്ടികളാണ്. ഒരേ ഇതിൽ പോകുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ഭയങ്കര പ്രയാസമാണ്. ജിൽസി, നാസറൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് വളരെ വിഷമം തന്നെയാണ്. നമുക്ക് ഒരുപക്ഷെ ഇതൊന്നും കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. ഒരു നാടിൻ്റെയും വീടിൻ്റെയും ഒക്കെ പ്രതീക്ഷകളായിരുന്ന ആ കുട്ടികൾ പോയിരിക്കുന്നു. അതും എന്തെങ്കിലും ഒരു വിളിച്ചു വരുത്തി, അതായത് പിഴവുകൾ കൊണ്ട്, നമ്മുടേതായ പിഴവുകൾ കൊണ്ട് സംഭവിച്ച ഒരു ദുരന്തം. ആ ദുരന്തത്തിൽപ്പെട്ട് 4 കുഞ്ഞുങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. 4 പേരും 13 വയസ്സുകാരാണ്. ഈ ഒരു 100 മീറ്റർ ചുറ്റളവിലാണ് ഈ വീടുകളെല്ലാം ഉള്ളത് എന്നുള്ളത്. ഒരു 100 മീറ്റർ ചുറ്റളവിലാണ് ഈ 4 വീടുകളും ഉള്ളത്. അത്ര അടുത്തടുത്താണ്. അവർ ചെറുപ്പം തൊട്ടൊന്നിച്ചുള്ളതാണ്. ഈ 8ാം ക്ലാസ്, അതായത് ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ അവിടെയുള്ള അധ്യാപകരോട് ചോദിച്ചപ്പോൾ ആദ്യം ഇവർ ഒരുമിച്ചായിരുന്നില്ല തുടങ്ങുന്ന സമയത്ത്. പിന്നീട് ഈ ഷഫിൾ വന്നപ്പോഴാണ് ഇവർ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഇവർ ഒന്നിച്ചായത് എന്നുള്ളതാണ്. അത്രത്തോളം. അഖിൽ, ഞാൻ അഖിലേക്ക് തിരിച്ചു വരാം. അഖിൽ കൂടെ വലിയ വൈകാരികമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, പഠിച്ച സ്കൂളാണ്, നാടുമായി ബന്ധമുണ്ട്, സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു അപകട വാർത്ത ആരുടെയും ഉള്ളിലേക്കും. അഖിൽ എന്തായാലും സമാധാനിക്കുക. റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി ഇത്തരം ജോലികൾ കൂടി നമുക്ക് ചെയ്യേണ്ടതായി വരും. കാണാൻ ഇഷ്ടമില്ലാത്ത, നോക്കി നിൽക്കാനാവാത്ത കാഴ്ചകൾ നമുക്ക് കാണേണ്ടതായി വരും. എന്തായാലും നാട്ടുകാരുടെ വിഷമവും വീട്ടുകാരുടെ വിഷമവും ഒക്കെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കുന്ന നമ്മുടെ റിപ്പോർട്ടർമാരുടെ അവസ്ഥ കൂടി ഇത് തന്നെയാണ്. അവരും വലിയ വിഷമത്തിലൂടെ കടന്നു പോവുകയാണ്. അതിവൈകാരികമായ നിമിഷങ്ങളിലൂടെ അവരും കടന്നു പോവുകയാണ്. പലരും വാക്കുകൾ ഇടറിയാണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് തൊപ്പനാട് നിന്ന് വരുന്നത്. 4 വീടുകൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ നാട്ടുകാരുടെ അവസ്ഥയും അതിദയനീയമാണ്. ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവിടുത്തെ സങ്കടങ്ങൾ ഏറ്റുവാങ്ങി. റിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്നുള്ള അവരുടെ സഹപാഠികൾ, അവരുടെ സുഹൃത്തുക്കൾ കാണാൻ വന്നിരിക്കുന്നു. അവർ വിങ്ങിക്കരയുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്, ആരാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നൊന്നും അറിയില്ല. അത്രത്തോളം വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഒരു നാട് മുഴുവൻ വിദ്യാർത്ഥികൾ. കാരണം പതിവ് പോലെ ഒരു ദിവസമാണ്. അവർ വീട്ടിൽ വന്ന് സ്കൂളിലെ പരീക്ഷയുടെ വിശേഷങ്ങൾ പങ്കുവെക്കേണ്ടതാണ്. പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്കായി പഠിക്കേണ്ടതാണ്. അതിനുശേഷം വരുന്ന അവധിക്കാലം എങ്ങനെ ചെലവഴിക്കാമെന്ന് ആലോചിക്കേണ്ടതാണ്. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞിരിക്കുകയാണ്.